C++. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽഗോരിതം. Steps in problem solving using computers. A computer is an electronic data processing machine. ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസിംഗ് മെഷീനാണ്. It processes data according to the instructions. ഒരു കമ്പ്യൂട്ടർ ഡേറ്റയെ പ്രോസസ് ചെയ്യും ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഡേറ്റയെ പ്രോസസ് ചെയ്യണമെങ്കിൽ അതിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടണം. ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കമ്പ്യൂട്ടർ ഡേറ്റയെ പ്രോസസ് ചെയ്യും. The result of data processing is the output and is also called information. അങ്ങനെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസിംഗ് മെഷീനാണ്. അത് ഡേറ്റയെ പ്രോസസ് ചെയ്യും. ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഡേറ്റയെ പ്രോസസ് ചെയ്യും. അങ്ങനെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഡേറ്റയെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ റിസൾട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും. അതിനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയാം. കമ്പ്യൂട്ടർ നീഡ്സ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രോസസ് ഡേറ്റ. ഡേറ്റയെ പ്രോസസ് ചെയ്യണമെങ്കിൽ അപ്പോൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് വേണം. A set of instructions is called a computer program. അങ്ങനെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. Computers are very good in doing mathematical jobs because a mathematical job can be precisely expressed in step-by-step format. മാത്തമാറ്റിക്കൽ ടൈപ്പ് ജോബ്സ് ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. കാരണം ഏത് മാത്തമാറ്റിക്കൽ ജോബിന്റെ പ്രത്യേകത അത് നമുക്ക് പ്രിസൈസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ എക്സ്പ്രസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏത് ടാസ്കും നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഡേറ്റയെ പ്രോസസ് ചെയ്യും. ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഡേറ്റയെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ മാത്തമാറ്റിക്കൽ ജോബ്സ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടറിലാണ്. സോ കമ്പ്യൂട്ടേഴ്സ് ആർ വെരി ഗുഡ് ഇൻ സോൾവിങ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടറാണ്. A logic can be effectively represented either by using an algorithm or a flowchart. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിന് നമുക്ക് റഫായിട്ട് ലോജിക് എന്ന് പറയാം. അപ്പൊ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും ലോജിക് ഉണ്ട്. അല്ലെങ്കിൽ ലോജിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ആ ലോജിക്കിനെ നമുക്ക് എഫക്റ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മെക്കാനിസംസ് യൂസ് ചെയ്യാം. ഒന്ന് അൽഗോരിതം, അടുത്തത് ഫ്ലോ ചാർട്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൽഗോരിതമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഡേറ്റയും വേണം, ഇൻസ്ട്രക്ഷൻ വേണം. ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പ്രോഗ്രാം എന്ന് പറയാം. ആ ഇൻസ്ട്രക്ഷൻസിലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ലോജിക് ഉള്ളത്. അപ്പൊ ലോജിക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നുകിൽ അൽഗോരിതം വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അൽഗോരിതം. വാട്ട് ഈസ് അൽഗോരിതം? ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റ. ആ ഡേറ്റയെ നമ്മൾ set of rules to obtain the expected output from the given input. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. ഇൻപുട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇൻപുട്ടിൽ വരുന്ന ഡേറ്റയെ ചില റൂൾസ് അനുസരിച്ച് നമ്മൾ പ്രോസസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ റൂൾസ് അനുസരിച്ച് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴേ
ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുള്ളൂ. ആ സെറ്റ് ഓഫ് റൂൾസിന് നമുക്ക് അൽഗോരിതം ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് റൂൾസിന് നമുക്ക് അതിന്റെ ലോജിക് അറിയണം. ആ ലോജിക് അറിയാനായിട്ട് ഉള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഈ അൽഗോരിതമിക് റെപ്രസെന്റേഷൻ. അപ്പോൾ ഇൻപുട്ട് ഡാറ്റ, ആ ഡാറ്റ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ഇൻപുട്ടിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ ഏത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ പ്രോഗ്രാം എന്ന് പറയാം. ഏത് പ്രോഗ്രാമിനും ഒരു ലോജിക്ക് കാണും. ആ ലോജിക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അൽഗോരിതം യൂസ് ചെയ്യാം. An algorithm is a procedure to accomplish a specified task. ഒരു സ്പെസിഫൈഡ് ടാസ്ക് ചെയ്യാനുള്ള ഒരു പ്രൊസീഡിയറിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. The procedure is expressed in step-by-step manner. ആ പ്രൊസീഡിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതത്തിൽ പല സ്റ്റെപ്സ് കാണും. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പല സ്റ്റെപ്സ് കാണും. ആ സ്റ്റെപ്സ് അതേപോലെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് അൽഗോരിതം. പ്രോപ്പർട്ടീസ് ഓഫ് അൽഗോരിതം. ഫൈനൈറ്റ്നെസ്. An algorithm must always terminate after a finite number of steps. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ ആ സ്റ്റെപ്സ് അനുസരിച്ച് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ there are certain steps. ആ സ്റ്റെപ്സിൽ കൂടെയാണ് നമ്മൾ ലോജിക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അൽഗോരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഫൈനൈറ്റ്നെസ് ആണ്. എന്ന് വെച്ചാൽ an algorithm must always terminate after a finite number of steps. എപ്പോഴും ഒരു certain സ്റ്റെപ്സ് കഴിയുമ്പോൾ അത് എൻഡ് ചെയ്യണം. അല്ലാതെ എൻഡ് ചെയ്യാതെ അൺഎൻഡിങ് ആയിട്ട് നിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഏത് അൽഗോരിതം എടുത്താലും അതിനൊരു എഫക്റ്റീവ് അൽഗോരിതം ആണെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഫൈനൈറ്റ്നെസ്. എന്ന് പറഞ്ഞാൽ certain number of steps കഴിയുമ്പോൾ അൽഗോരിതംസ് ടെർമിനേറ്റ് ചെയ്തിരിക്കണം. Any operation that is performed needs some beginning value or quantities associated with different activities in the operation. അപ്പം ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിലും അതിന് തുടക്കത്തിൽ ചില വാല്യൂസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ട്. ആ വാല്യൂസിനെയാണ് ഈ അൽഗോരിതം ബേസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ആഫ്റ്റർ എവറി സ്റ്റെപ്പ് one reach closer to solution of the problem, and after a finite number of steps algorithm reaches to an endpoint. ഇപ്പോൾ ഒരു അൽഗോരിതം 5 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പം അതിന്റെ അർത്ഥം പിന്നെ 4 സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ റിസൾട്ട് എത്തി. സെക്കൻഡ് സ്റ്റെപ്പും കൂടെ കഴിയുമ്പം അതിന്റെ അർത്ഥം പിന്നെ 3 സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ റിസൾട്ട് എത്തി. തേർഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ പിന്നെ 2 സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഫോർത്ത് സ്റ്റെപ്പ് കഴിയുമ്പോൾ പിന്നെ 1 സ്റ്റെപ്പും കൂടെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മൾ റിസൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അൽഗോരിതം അതാണ് ഫൈനൈറ്റ്നെസ്. ഇതും ഫൈനൈറ്റ്നെസിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മൾ റിസൾട്ടിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്വാളിറ്റി definiteness. Each step of an algorithm must be precisely defined. അൽഗോരിതത്തിൽ പല സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഓരോ സ്റ്റെപ്പും വ്യക്തമായിട്ട് എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. It is done by well thought actions to be performed at each step of the algorithm. അപ്പം ഓരോ സ്റ്റെപ്പിനും ഓരോ അതിൻ്റെതായിട്ടുള്ള എയിം ഉണ്ട്. ഒരു വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്ക് പല സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ പല സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഓരോ സ്റ്റെപ്പിനും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഡ്യൂട്ടി പെർഫോം ചെയ്യുമ്പോഴാണ് ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മൾ ഫൈനൈറ്റ്നെസ് പറഞ്ഞതുപോലെ ഇത് ലക്ഷ്യത്തിലോട്ട് അടുക്കുന്നത്.
അപ്പോൾ ഓരോ സ്റ്റെപ്പും വെൽ തോട്ട. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ മിസ്റ്റേക്ക് വന്നാൽ പ്രോബ്ലം കംപ്ലീറ്റ് റോങ് ആയി പോകും. അടുത്ത പ്രോപ്പർട്ടി ഇൻപുട്ട്. എനി ഓപ്പറേഷൻ ദാറ്റ് ഈസ് പെർഫോം needs some beginning or value quantity associated with different activities of the operation. ഇവിടെയും ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ ഒരു ബിഗിനിങ് വാല്യൂസ് വേണം. ഒരു ബിഗിനിങ് വാല്യൂ ഉണ്ട്, അതിൽ പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അവസാനം ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഏത് ഓപ്പറേഷൻ ഒരു ബിഗിനിങ് വാല്യൂസ് വേണം. So the value of quantities are given to the algorithm before it begins. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ് ബേസിക്കലി പറഞ്ഞാൽ, അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രോസസ് ചെയ്യേണ്ട ഡാറ്റ. അതിനെ നമുക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിഗിനിങ് വാല്യൂസ് എന്ന് പറയാം. അപ്പോൾ ഏത് അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡാറ്റയെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് യൂസ് ചെയ്ത് ഡാറ്റയെ പ്രോസസ് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഡാറ്റ സപ്ലൈ ചെയ്യണം, എന്ന് പറഞ്ഞാൽ ഡാറ്റ കൊടുക്കണം. അതാണ് നമ്മൾ ഇൻപുട്ടിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട്. One always expects output or result, expected values quantity in terms of output from an algorithm. ഈ അൽഗോരിതം ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഔട്ട്പുട്ട് ഓഫ് ദി അൽഗോരിതം 5 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ 5 സ്റ്റെപ്പും ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻപുട്ട്, അത് പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ട്. ദി റിസൾട്ട് മേ ബി ഒബ്റ്റെയിൻഡ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദി അൽഗോരിതം. സ്വപ്പം കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ റിസൾട്ട് അൽഗോരിതത്തിന്റെ പല സ്റ്റേജിൽ കിട്ടും. If some result is from the intermediate stage of the operation, then it is known as intermediate result, and the result obtained at the end of the algorithm is known as end result. ചിലപ്പോൾ പ്രോസസ് ചെയ്ത് കഴിയുമ്പം ഇടയ്ക്ക് ഫുള്ളായിട്ട് തീരുന്നതിന് മുമ്പ് ഇടയ്ക്ക് വെച്ച് തന്നെ നമുക്ക് ഇന്റർമീഡിയറ്റ് റിസൾട്ട് കിട്ടും, ഈ ഫുൾ സ്റ്റെപ്സ് ആവുന്നതിന് മുമ്പ്. അപ്പൊ ഫുൾ സ്റ്റെപ്സ് ആവുന്നതിന് മുമ്പ് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് ഇന്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറയാം. അതേസമയം ഈ സ്റ്റെപ്സ് അല്ലെങ്കിൽ അൽഗോരിതം ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും, അതിന് നമുക്ക് എൻഡ് റിസൾട്ട് എന്ന് പറയാം. അപ്പൊ എപ്പോഴും അൽഗോരിതം എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻഡ് റിസൾട്ട് കിട്ടും. എന്നാൽ അൽഗോരിതം എൻഡ് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടൂ എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് വെച്ച് നമുക്ക് റിസൾട്ട് കിട്ടാം. അൽഗോരിതം എൻഡ് ചെയ്യുന്നതിന് മുമ്പും ഇടയ്ക്ക് വെച്ചും റിസൾട്ട് കിട്ടാം. അങ്ങനെ ഇടയ്ക്ക് വെച്ച് റിസൾട്ട് കിട്ടുമ്പം ആ റിസൾട്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറയും. The output is expected value of quantities always have a specified relation to the input. അപ്പൊ അവസാനം ഈ അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റെപ്പും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടിന് എപ്പോഴും ഇൻപുട്ടുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ കാണും, ബന്ധം കാണും. കാരണം ഇൻപുട്ട് പ്രോസസ് ചെയ്യേണ്ട ഡാറ്റ കൊടുത്തു, ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആ ഇൻസ്ട്രക്ഷനിൽ എന്തോന്നാണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഡാറ്റയെ പ്രോസസ് ചെയ്തു. അങ്ങനെ ഡാറ്റയെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ there will be some relationship. അടുത്ത പ്രോപ്പർട്ടി എഫക്റ്റീവ്നെസ്. Algorithms to be developed or written using basic operations. കണക്കിലെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ അൽഗോരിതംസ് റെപ്രസെന്റ് ചെയ്യുന്നത്. Actual operations should be basic so that even they can in principle be done exactly and in a finite amount of time by a person by using paper and pencil only. ഇതാണ് ബേസിക് എന്ന് പറഞ്ഞാൽ. അടിസ്ഥാനപരമായിട്ട് അൽഗോരിതം സിമ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പേപ്പറും പെൻസിലും കൊണ്ട് ആ അൽഗോരിതത്തിന്റെ ഓരോ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. അത്ര അടിസ്ഥാനപരമായിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കണം അൽഗോരിതത്തിൽ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാതെ
വെറും പേപ്പറും പെൻസിലും മാത്രം വെച്ച് അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ടൈപ്സ് ഓഫ് അൽഗോരിതം. ടൈപ്സ് ഓഫ് അൽഗോരിതം 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തത് സീക്വൻസ് സ്ട്രക്ചർ, രണ്ടാമത്തത് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ, മൂന്നാമത്തത് ലൂപ്പ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ സ്ട്രക്ചർ. അപ്പൊ സീക്വൻസ് സ്ട്രക്ചർ ഉണ്ട്, ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ലൂപ്പ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ സ്ട്രക്ചർ ഉണ്ട്. ഈ മൂന്നാണ് ടൈപ്സ് ഓഫ് അൽഗോരിതം. സീക്വൻസ് സ്ട്രക്ചർ, ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ, ലൂപ്പ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ സ്ട്രക്ചർ. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സീക്വൻസ് സ്ട്രക്ചർ. Sequence structure. In sequence structure, instructions are executed one after another in a sequence. Sequence structure എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഒന്നിന് പുറകിൽ ഒന്നായിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, ഒന്നിന് പുറകിൽ ഒന്നായിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സീക്വൻസ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പൊ സീക്വൻസ് സ്ട്രക്ചറിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ. അൽഗോരിതം ടു റീഡ് 2 numbers and to find their sum. 2 നമ്പർ റീഡ് ചെയ്ത് ആ 2 നമ്പറും കൂടെ കൂട്ടി സം കണ്ടുപിടിക്കുന്നത് നമുക്ക് സീക്വൻസ് സ്ട്രക്ചർ വെച്ച് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. ഇൻപുട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും. കാരണം ഇവിടെ ബേസിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ 2 നമ്പറും കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ 2 നമ്പറും കൂടെ കൂട്ടണമെങ്കിൽ നമുക്ക് 2 നമ്പർ ആദ്യമേ കിട്ടണം. അപ്പം ആദ്യത്തെ നമ്പറിനെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നു, രണ്ടാമത്തെ നമ്പറിന് നമ്മൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നു. അതാണ് അതിന്റെ ഇൻപുട്ട്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ 2 നമ്പർ കൂടെ കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിന്റെ സം അല്ലെങ്കിൽ ആകെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് എന്തോന്നാണ്? സം. അപ്പൊ സം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് അൽഗോരിതം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് റീഡ് ഓർ ഇൻപുട്ട് ദി ഫസ്റ്റ് നമ്പർ. ഇവിടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ 2 നമ്പറും കൂടെ കൂട്ടി സം കണ്ടുപിടിക്കുക. അപ്പൊ അതില് ആദ്യത്തെ നമ്പർ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അതിനെയാണ് ഇവിടെ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 റീഡ് ഓർ ഇൻപുട്ട് ദി സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ സ്റ്റെപ്പ് 1, 2, 3 ചെയ്ത് കഴിയുമ്പം നമുക്ക് കൂട്ടേണ്ട 2 നമ്പറും കിട്ടിക്കഴിയും. ഫസ്റ്റ് നമ്പറും കിട്ടിക്കഴിയും, സെക്കൻഡ് നമ്പറും കിട്ടിക്കഴിയും. നാലാമത്തെ സ്റ്റെപ്പ് ഈ 2 നമ്പർ കൊണ്ട് നമ്മൾ കൂട്ടും. അതിൽ അൽഗോരിതം റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഫ്ലോ ആണ്. ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ, സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ. ഈ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും കൂടെ കൂട്ടി ആ റിസൾട്ട് നമ്മൾ സം എന്ന് പറഞ്ഞതിൽ വയ്ക്കും. അപ്പൊ അതാണ് സം. സം എന്ന് പറഞ്ഞാൽ അതിലെ തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും കൂടെ കൂട്ടി കിട്ടുന്ന തുകയാണ് ഈ സം. ഇപ്പൊ നാലാമത്തെ സ്റ്റെപ്പിൽ വെച്ചാൽ ആക്ച്വൽ ഈ അഡിഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ പ്രക്രിയ നടക്കുന്നത് ഈ നാലാമത്തെ സ്റ്റെപ്പിൽ വെച്ചാണ്. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടെ കൂട്ടി നമ്മൾ സം. അഞ്ചാമത്തെ സ്റ്റെപ്പ് ആ സം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു, ഡിസ്പ്ലേ സം. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ സം ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഡിസ്പ്ലേ സം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പില് ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു, തേർഡ് സ്റ്റെപ്പില് സെക്കൻഡ് നമ്പർ റീഡ് ചെയ്തു, നാലാമത്തെ സ്റ്റെപ്പ് വെച്ച് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ കൂടെ കൂട്ടി സമ്മിൽ വെച്ചു 4 സം. അഞ്ചാമത്തെ സ്റ്റെപ്പില് ആ സം ഡിസ്പ്ലേ ചെയ്തു. ആറാമത്തത് അൽഗോരിതം എൻഡ് ചെയ്തു.
ഈ അൽഗോരിതത്തിൽ 6 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്, രണ്ടാമത്തെ സ്റ്റെപ്പില് ഫസ്റ്റ് നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നു, തേർഡ് സ്റ്റെപ്പിൽ സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നു, ഫോർത്ത് സ്റ്റെപ്പാണ് ഇതിന്റെ ക്രൂഷ്യൽ സ്റ്റെപ്പ്, ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടെ കൂട്ടി അത് സമ്മിൽ വെക്കുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പില് ആ സം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടും. ആറാമത്തെ സ്റ്റെപ്പില് എൻഡ്. അടുത്ത അൽഗോരിതം ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് ആർ. ഒരു സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം. ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. ഇവിടെയും ഇൻപുട്ട് റേഡിയസ് ആർ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റേഡിയസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഔട്ട്പുട്ട് ദി ഏരിയ ഓഫ് ദി സർക്കിൾ. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് റേഡിയസ് ആർ, അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദി ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഏരിയയാണ് ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ അൽഗോരിതം നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 റീഡ് ഇൻപുട്ട് ദി റേഡിയസ് ആർ ഓഫ് ദി സർക്കിൾ. സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ റേഡിയസ് ഇൻപുട്ട് ചെയ്യുന്നത്. കാരണം റേഡിയസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റേഡിയസ് നമ്മൾ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നു. ആ റേഡിയസ് റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അൽഗോരിതത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആക്ച്വൽ കമ്പ്യൂട്ടേഷൻ വരുന്നത്. മാത്തമാറ്റിക്കൽ ഫോർമുല പൈ ആർ സ്ക്വയർ 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആറാണ് റേഡിയസ് എന്ന് പറഞ്ഞു. അപ്പൊ 3.14 ഇൻറ്റു ആർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സർക്കിളിന്റെ ഏരിയ കിട്ടും. അത് നമ്മൾ ഏരിയക്കകത്ത് വെക്കുന്നു. അപ്പൊ ആക്ച്വൽ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇവിടെ സ്റ്റെപ്പ് 3. നാലാമത്തെ സ്റ്റെപ്പില് ഡിസ്പ്ലേ ഏരിയ. ആ ഏരിയ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അതാണ് ഇവിടെ നാലാമത്തെ സ്റ്റെപ്പ്, ഡിസ്പ്ലേ ഏരിയ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റെപ്പില് സർക്കിളിന്റെ റേഡിയസ് നമ്മൾ റീഡ് ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പിലാണ് ആ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല പൈ ആർ സ്ക്വയർ 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ വെച്ച് നമ്മൾ റേഡിയസ് യൂസ് ചെയ്ത് ഏരിയ കമ്പ്യൂട്ട് ചെയ്യുന്നു, അത് ഏരിയയിൽ വെക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ ആ ഏരിയ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അൽഗോരിതം എൻഡ് ചെയ്യും. ഈ രണ്ട് അൽഗോരിതം നോക്കുമ്പോൾ ഇവിടെ സീക്വൻസ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, സീക്വൻസ് ഓർഡറിൽ. അല്ല അവിടെ വേറെ ഒരു ബ്രാഞ്ചിങ്ങോ അല്ലെങ്കിൽ ലൂപ്പിങ്ങോ ഒന്നും ഇതിനകത്ത് ഇല്ല. അടുത്തത് ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ സ്ട്രക്ചർ. ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ. In branching structure, there will be two branches of instructions. The flow of execution depends on a binary decision based on some condition. If the condition is true, one of the two branches is explored. If the condition is false, the other alternative is taken. അടുത്ത ബ്രാഞ്ചിങ് സെക്ഷനിലെ മിനിമം അല്ലെങ്കിൽ ഇവിടെ 2 ബ്രാഞ്ചസ് എങ്കിലും കാണും. അത് ഈ ബൈനറി ഡിസിഷൻസ് ബേസ് ചെയ്താണ്. The flow of execution depends on a binary decision based on some condition. If the condition is true, one of the two branches is explored. Condition true ആണെങ്കിൽ 2 ബ്രാഞ്ച് ഉണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്രാഞ്ച് കൂടെ പോകും. അതേസമയം കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ മറ്റേ ബ്രാഞ്ച് കൂടെ പോകും. ട്രൂ ആണെങ്കിൽ ഒരു ബ്രാഞ്ച് കൂടെ പോകും, ഫാൾസ് ആണെങ്കിൽ വേറെ ബ്രാഞ്ച് കൂടെ പോകും. ഇതിനെയാണ് നമ്മൾ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Algorithm to find largest of two numbers. 2 നമ്പേഴ്സ് അതിലെ ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്ന അൽഗോരിതം. ഇൻപുട്ട് 2 നമ്പർ ഉണ്ട്, അതിൽ ലാർജസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ. ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ആയിരിക്കും ഇതിന്റെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. നമുക്ക് ഇതിന്റെ അൽഗോരിതം നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് റീഡ് ഇൻപുട്ട് ദി ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പർ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നു, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്.
തേർഡ് സ്റ്റെപ്പ് റീഡ് ഓർ ഇൻപുട്ട് ദി സെക്കൻഡ് നമ്പർ. രണ്ടാമത്തെ നമ്പർ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നു, അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ സി ഈസ് ഈക്വൽ ടു എ. ഇവിടെ എ എന്നുള്ളത് ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ എടുത്ത് നമ്മൾ സിയിൽ വെക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ സിയിലാണ് നമ്മൾ അവസാനം ഏറ്റവും ലാർജസ്റ്റ് നമ്പർ വയ്ക്കാൻ പോകുന്നത്. അപ്പം എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറും ബി എന്ന് സെക്കൻഡ് നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എ ബി യെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എ സിയിൽ വെക്കുന്നു. അതാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 5 ഇഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എ ദെൻ സി ഈസ് ഈക്വൽ ടു ബി. ഇപ്പൊ ബി ആണ് ഗ്രേറ്റർ, എക്കാളും ഗ്രേറ്റർ എങ്കിൽ സിയിൽ ബി വെക്കുന്നു. എന്ന് വെച്ചാൽ സിയിലായിരിക്കും എപ്പോഴും ലാർജസ്റ്റ് നമ്പർ വരിക. അപ്പൊ എ ഗ്രേറ്റർ ദാൻ, നാലാമത്തെ സ്റ്റെപ്പില് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ സിക്കകത്ത് എ വെക്കുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പില് ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ സിക്കകത്ത് ബി വെക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. എ ഗ്രേറ്റർ ദാൻ, ഒന്നുകിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും, അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ സി ഈസ് ഈക്വൽ ടു എ, ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ സി ഈസ് ഈക്വൽ ടു ബി. സ്റ്റെപ്പ് 6 ഡിസ്പ്ലേ സി. എന്ന് പറഞ്ഞാൽ ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിസ്പ്ലേ സി. സിയിൽ എപ്പോഴും ലാർജസ്റ്റ് ആയിരിക്കും. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ സിക്കകത്ത് എ ആയിരിക്കും, ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ സിക്കകത്ത് ബി ആയിരിക്കും. സി എപ്പോഴും ഡിസ്പ്ലേ ചെയ്യുമ്പോഴും അത് ലാർജസ്റ്റ് നമ്പർ ആയിരിക്കും. സെവൻത് സ്റ്റെപ്പ് ഇതാണ് the algorithm to find the largest of two numbers. അടുത്ത algorithm to find the largest of three numbers. അപ്പൊ ഇൻപുട്ട് സ്വാഭാവികമായിട്ട് 3 നമ്പർ, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദി ലാർജസ്റ്റ് നമ്പർ ആയിരിക്കും. ഞാൻ അൽഗോരിതം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് റീഡ് ഇൻപുട്ട് എ ബി സി ഒറ്റയടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. 3 നമ്പർ, എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ, സി എന്ന് പറഞ്ഞത് മൂന്നാമത്തെ നമ്പർ. ഇത് 3 റീഡ് ചെയ്യുന്നു. ആ സ്റ്റെപ്പ് 2. ഇഫ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി and a greater than equal to c, then max is equal to a. max എന്നുള്ളതിലാണ് ഹയസ്റ്റ് നമ്പർ വരുന്നത്. എ ബി യെക്കാളും കൂടുതലും എ ബി യെക്കാൾ ഈക്വലോ കൂടുതലോ അല്ലെങ്കിൽ എ സി യെക്കാൾ ഈക്വലോ കൂടുതലാണെങ്കിൽ മാക്സിനകത്ത് എ വെക്കുക. സ്റ്റെപ്പ് 4 ഇഫ് ബി is greater than equal to a and b greater than equal to c, then max is equal to b. ബി എ യെക്കാളും കൂടുതലാണെങ്കിൽ, കൂടുതലും ഈക്വലോ ആണെങ്കിൽ, അതുപോലെ ബി സി യെക്കാളും കൂടുതൽ ഈക്വൽ ആണെങ്കിൽ മാക്സ് ബി. Step 5 if c greater than equal to a and c greater than equal to b, then max equal to c. c a യെക്കാളും ഈക്വലോ കൂടുതലോ ആണെങ്കിലോ അല്ലെങ്കിൽ c b യെക്കാളും ഈക്വലോ കൂടുതലോ ആണെങ്കിലോ മാക്സിനകത്ത് c വെക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിനകത്ത് എപ്പോഴും ഹയസ്റ്റ് നമ്പർ ആയിരിക്കും. എ ആണ് ഹയസ്റ്റ് എങ്കിൽ എ മാക്സിൽ വരും, ബി ആണ് ഹയസ്റ്റ് എങ്കിൽ ബി മാക്സിൽ വരും, സി ആണ് ഹയസ്റ്റ് എങ്കിൽ സി മാക്സിൽ വരും. എന്ന് വെച്ചാൽ എപ്പോഴും മാക്സിനകത്ത് ഹയസ്റ്റ് നമ്പർ ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് 6 ഡിസ്പ്ലേ മാക്സ്. അപ്പൊ ഹയസ്റ്റ് നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നു. 7th സ്റ്റെപ്പിൽ എൻഡ് ചെയ്യുന്നു. ഇതാണ് ബ്രാഞ്ചിങ് സ്ട്രക്ചർ. കാരണം ഇവിടെ ഇഫ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി, ബി മാക്സ് ഈക്വൽ ടു എ, ബ്രാഞ്ച് ചെയ്ത് പോകും. അടുത്തത് ലൂപ്പിംഗ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ സ്ട്രക്ചർ. ലൂപ്പിംഗ് ഓർ റെപ്പറ്റീഷൻ സ്ട്രക്ചർ. In loop structure, the loop allows a statement or a sequence of statements to be repeatedly executed based on some loop condition. ഒരു ലൂപ്പിംഗ് സ്ട്രക്ചറിൽ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റോ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും, ലൂപ്പ് കണ്ടീഷൻ ബേസ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ. എ ട്രിപ്പ് അറൌണ്ട് ദി ലൂപ്പ് ഈസ് നോൺ ആസ് ആൻ ഐറ്ററേഷൻ. ലൂപ്പ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതിന് നമ്മൾ പറയും ഒരു ഐറ്ററേഷൻ എന്ന് പറയും. It must be ensured that the condition for termination of the looping must be satisfied after some finite number of iterations. Otherwise, it ends up as an infinite loop, a common mistake made by inexperienced programmers. അപ്പോൾ നമ്മൾ ലൂപ്പിൽ ഓരോ ഐറ്ററേഷൻ ആയിട്ട് വരും. എന്തായിരുന്നാലും കുറെ ഐറ്ററേഷൻ കഴിയുമ്പം അത് ടെർമിനേറ്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ലൂപ്പിനകത്ത് ഉണ്ടായിരിക്കണം. അഥവാ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇൻഫിനിറ്റ് ലൂപ്പിലായിപ്പോയെന്ന് വരും. പക്ഷേ അത് പിന്നെ വെളിയിറങ്ങത്തില്ല, കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ദി ലൂപ്പ് ഈസ് ഓൾസോ നോൺ ആസ് റെപ്പറ്റീഷൻ സ്ട്രക്ചർ. ആ ലൂപ്പിനെയാണ് നമ്മൾ റെപ്പറ്റീഷൻ സ്ട്രക്ചർ. അപ്പൊ ലൂപ്പിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് കാണും, അതിൽ സിംഗിൾ സ്റ്റേറ്റ്മെന്റോ ഒന്നിക്കുള്ള സീക്വൻസ് സ്റ്റേറ്റ്മെന്റ്സോ വരാം. ചില ലൂപ്പിംഗ് കണ്ടീഷൻസ് അറ്റൈൻ ചെയ്യുന്നവരെ അത് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അതിന് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നതിന് നമ്മൾ ഐറ്ററേഷൻ എന്ന് പറയും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്
എപ്പോഴെങ്കിലും ഇത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഇൻഫിനിറ്റ് ലൂപ്പിലായിപ്പോവും. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. Algorithm to calculate even numbers between 0 and 99. 0 ക്ക് 99 ഇടയ്ക്കുള്ള ഈവൻ നമ്പർ കാൽക്കുലേഷൻസ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് 0 ആണ്. ഇത് ലൂപ്പിനകത്ത് ചെയ്യാണ്. 0 മുതൽ അതിനകത്തിട്ട് അങ്ങ് ചെയ്യുവാണ്. നമ്മൾ പ്രത്യേകിച്ച് 0 കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇൻപുട്ട് പറയുന്നില്ല. അൽഗോരിതം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ഐക്കകത്ത് നമ്മൾ 0 എന്ന് പറഞ്ഞ നമ്പർ വെക്കുന്നു. സ്റ്റാർട്ടിംഗ് നമ്പർ 0 വെക്കുന്നു. തേർഡ് സ്റ്റെപ്പ് ഐക്കകത്ത് ഇപ്പോൾ ഉള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള വാല്യൂ 0, ആദ്യത്തെ വാല്യൂ 0 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പ് അതിൽ ഇപ്പൊ ഏത് വാല്യൂ ആണോ ഉള്ളത് അതിനോട് 2 കൂട്ടുന്നു. കാരണം ഇത് ഈവൻ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പൊ ആദ്യം 0 ഡിസ്പ്ലേ ചെയ്തു, പിന്നെ 0 + 2, അപ്പൊ 2. അപ്പൊ 2 എന്നുള്ള വാല്യൂ ആയിരിക്കും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം അതിൽ സ്റ്റെപ്പ് 2 അതിൽ 0 ആയിരുന്നു, എന്നിട്ട് ആ 0 ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് സ്റ്റെപ്പ് 4 ആ 0 2 കൂട്ടുന്നു. എന്നുവെച്ചാൽ മാത്തമാറ്റിക്കലി 0 + 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയും. ഇപ്പം അതിലുള്ള വാല്യൂ 2 ആണ്. സ്റ്റെപ്പ് 5 if I is less than or equal to 98, then go to step 3. ഐയുടെ വാല്യൂ 98 ഈക്വലോ ലെസ്സോ ആണെങ്കിൽ സ്റ്റെപ്പ് 3 പോകാം. സ്റ്റെപ്പ് 3 ഡിസ്പ്ലേ ആയി. ഇപ്പം ഐ ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം 2 ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പ് 3 പോയി. സ്റ്റെപ്പ് 3 കഴിഞ്ഞ് അടുത്ത പിന്നെ സ്റ്റെപ്പ് 4 വരും. എന്നുവെച്ചാൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഐയിനകത്ത് 2 ആണ്. ആ 2ന്റെ കൂടെ വീണ്ടും ഒരു 2 കൂടെ ആഡ് ചെയ്യും. അപ്പൊ 4 ആയി. അപ്പൊ ആദ്യം 0 ഡിസ്പ്ലേ ചെയ്തു, പിന്നെ അതിന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോ 2 ഡിസ്പ്ലേ ചെയ്തു. ഇപ്പൊ വീണ്ടും ഒരു 2 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഐക്കകത്ത് ഇപ്പൊ 4 വരും. ഇഫ് ഐ ലെസ് ദാൻ 98, ഐ 98 അപ്പൊ 4 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 98 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ വീണ്ടും സ്റ്റെപ്പ് 3 പോകും. എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും ഐ ഡിസ്പ്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം 0 ഡിസ്പ്ലേ ചെയ്തു, പിന്നെ 2 ഡിസ്പ്ലേ ചെയ്തു, പിന്നെ 4 ഡിസ്പ്ലേ ചെയ്തു. പിന്നെ 3 കഴിയുമ്പോൾ പിന്നെ നാച്ചുറലി സ്റ്റെപ്പ് 4 വരും. ഇപ്പം ഐക്കകത്തുള്ള വാല്യൂ 4 ആണ്. അതിൻ്റെ കൂടെ വീണ്ടും 2 കൂടെ കൂട്ടും. അപ്പൊ 6 എന്നുള്ള വാല്യൂ ഐക്കകത്ത് വരും. വീണ്ടും ലൂപ്പ്. അപ്പൊ ആദ്യം 0, പിന്നെ 2, പിന്നെ 4, പിന്നെ 6, പിന്നെ 8, പിന്നെ 10, 12, 14, 16, 18, 20 അങ്ങനെ പോകും. ഇത് 98 ആവുന്നത് വരെ. കഴിയുമ്പോഴത്തേക്കും ലൂപ്പ് ചെയ്ത് വെളിയിറങ്ങും. എന്ന് വെച്ചാൽ സ്റ്റെപ്പ് എൻഡ്. അപ്പം ഇവിടെ സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനാണ് നമ്മൾ ലൂപ്പിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലൂപ്പിംഗ് സ്ട്രക്ചർ algorithm which gets a natural value n as its input and calculates odd numbers equal to or less than n, then write them in the standard output. Natural value n ഒരു ഇൻപുട്ട് എടുക്കുന്നു, അതിൽ ഓഡ് നമ്പേഴ്സ് നമ്മൾ ഈക്വൽ ടു ഓർ ലെസ് ദാൻ n വരെ കാണിക്കും. ഇൻപുട്ട് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദി ഇൻപുട്ട് നമ്പർ. ഇൻപുട്ട് നമ്മൾ ഏത് നമ്പറാണ് ഇൻപുട്ട് ചെയ്ത് അതിന്റെ ഈക്വലോ ലെസ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം അൽഗോരിതം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് ആ നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് ആദ്യം നമ്മൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, 0 ഐയിൽ വെക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ആ 0 ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ കേസിൽ 0 ഡിസ്പ്ലേ ചെയ്യുന്നു. സ്റ്റെപ്പ് 5 0 + 2 എന്നുള്ള വാല്യൂ അതിൽ വെക്കുന്നു. സ്റ്റെപ്പ് ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, then go to സ്റ്റെപ്പ് 4. വീണ്ടും 4 പോകുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു, 2 കൂട്ടുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു, 2 കൂട്ടുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടെ അതിൽ ആദ്യം 0 വെച്ചുകൊണ്ട് 0 2 4 എന്ന് വരും. 1 ആണ് വെച്ചിരുന്നെങ്കിൽ 1 3 5 7 എന്ന് വരും. അപ്പം ഇത് നമ്മൾ വെക്കുന്ന നമ്പർ, ആദ്യം വെച്ച നമ്പറാണ് n. ആ n ഐ എന്നിൽ ഈക്വലോ ലെസ്സോ ആവുന്നവരെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവസാനം ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് അൽഗോരിതം. അപ്പം സീക്വൻസ് സ്ട്രക്ചർ ഉണ്ട്, ബ്രാഞ്ചിങ് സ്ട്രക്ചർ ഉണ്ട്, ലൂപ്പിംഗ് സ്ട്രക്ചർ.
ഓക്കെ, താങ്ക് യു.